നമസ്കാരം, ലേഡീസ് ബാറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് നേത്രരോഗങ്ങൾ കൂടുതലായി കാണുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. കാഴ്ചശക്തി സംരക്ഷിക്കുന്നതിലും കാഴ്ച വൈകല്യം ഒഴിവാക്കുന്നതിലും സ്ത്രീകൾ വിവിധ വെല്ലുവിളികൾ നേരിടുന്നുമുണ്ട്. ആർത്തവവും ആർത്തവ വിരാമവും തുടങ്ങി ഹോർമോണൽ വ്യതിയാനങ്ങൾ കാഴ്ചശക്തിയെ ബാധിക്കുന്നുണ്ട്. ഒപ്പം ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് ഡയബറ്റിക്സ്, കണ്ണിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഒപ്റ്റിമൽ നേത്ര സംരക്ഷണം ഉറപ്പാക്കാൻ സ്ത്രീകൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഇന്ന് നോക്കാം. തിരുവനന്തപുരം ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റായ ഡോക്ടർ കവിത ദേവിനാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം ഡോക്ടർ. അപ്പോൾ പ്രേക്ഷകർക്കും ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പം ഡോക്ടർ, ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ത്രീകളിലാണ് കൂടുതലായും ഈ നേത്രാരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നത്, പുരുഷന്മാരെക്കാൾ കൂടുതൽ എന്ന് കണക്കുകൾ പറയുന്നു. ഈ സ്ത്രീകളിൽ പൊതുവായി കാണുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതെ, സ്ത്രീകൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നേത്രരോഗങ്ങൾ പലതും സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതായത് പുരുഷന്മാരിൽ ഇല്ലെന്നല്ല, രണ്ടുപേരിലും ഉണ്ടെങ്കിലും ചില നേത്രരോഗങ്ങൾ കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്ലോക്കോമ, അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി കൂടുതലും സ്ത്രീകളിൽ കണ്ടുവരുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേത്ര സംരക്ഷണത്തിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് റെഗുലർ ഐ ചെക്കപ്സ് ആണ്. അതായത് വർഷത്തിലൊരിക്കൽ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ കീഴിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പല ഗുരുതരമായ നേത്രരോഗങ്ങൾക്കും ആരംഭ ദിശയിൽ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതായത് നേർക്കാഴ്ച, അതായത് നമ്മൾ നേരെ നോക്കുമ്പോൾ ഉള്ള കാഴ്ച കുറ്റമറ്റതായിരിക്കും. പല നേത്രരോഗങ്ങളും, ഉദാഹരണത്തിന് കണ്ണിൻ്റെ മർദ്ദം കൂടുന്ന അവസ്ഥയായ ഗ്ലോക്കോമ, പ്രമേഹം, കണ്ണിൻ്റെ ഞരമ്പായ റെറ്റിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇവയ്ക്കൊക്കെ പ്രാരംഭ ദിശയിൽ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. കണ്ണിൻ്റെ നാഡിയുടെ ഒരു 50% അതിലധികമോ ഡാമേജ് ആയതിനു ശേഷമായിരിക്കും പലപ്പോഴും രോഗിക്ക് അതൊരു രോഗലക്ഷണം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ റെഗുലർ ഐ ചെക്കപ്പുകളുടെ ആ ഒരു ഇമ്പോർട്ടൻസ്. പ്രത്യേകിച്ചും സ്ത്രീകളാണ്, നമ്മളെപ്പോഴും പറയും സ്വന്തം ആരോഗ്യം അവർ അധികം ശ്രദ്ധിക്കാറില്ല, വീട്ടുകാരുടെ ആരോഗ്യം നോക്കും. പക്ഷെ അത് പോരാ, സ്ത്രീകൾ അവരുടെ ജനറൽ ഹെൽത്ത് സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നേത്രാരോഗ്യത്തിനും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് റെഗുലർ ഐ ചെക്കപ്സ് ആണ്. ഐഡിയലി വർഷത്തിൽ ഒരിക്കൽ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന എല്ലാവരും നടത്തേണ്ടതാണ്. ഡോക്ടർ, നമ്മൾ ഈ റെഗുലർ ആയിട്ടുള്ള ഐ ചെക്കപ്പിലേക്ക് കടക്കുമ്പോഴേ നമ്മൾ ഈ ചെറുപ്പം മുതൽ ആ ഒരു ചെക്കപ്പ് രീതി റുട്ടീൻ കൊണ്ടുവരേണ്ടതുണ്ടോ, അതോ അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ആണോ? വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, എപ്പോഴാണ് ഒരു കണ്ണ് ഡോക്ടറിനെ സമീപിക്കേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാഴ്ച നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് മങ്ങൽ വന്നതിന് ശേഷമല്ല നമ്മൾ ഒരു നേത്ര പരിശോധന നടത്തേണ്ടത്. എപ്പോഴും നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെയാണ് നേത്ര പരിശോധനകൾ നടത്തേണ്ടത്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പലപ്പോഴും പല രോഗങ്ങളും ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് അത് ഗുരുതരമായ കാഴ്ച മങ്ങലിലേക്ക് പോകുന്നത് തടയുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. അപ്പോൾ നേത്ര റുട്ടീൻ ഐ ചെക്കപ്സ് നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്? ഐഡിയലി ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ മിക്കവാറും എല്ലാം ഹോസ്പിറ്റൽ ഡെലിവറീസ് ആണ്. അപ്പോൾ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു പീഡിയാട്രിഷ്യൻ കുട്ടിയുടെ കണ്ണുകളും പരിശോധിക്കും. അപ്പോൾ എന്തെങ്കിലും ഓബ്വിയസ് ആയിട്ട് ഒരു നേത്രവൈകല്യം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യും. പിന്നെ അതുപോലെ പ്രിമച്വർ ആയിട്ടുള്ള ബേബീസിന് നിർബന്ധമായിട്ടും ഒരു ഐ ചെക്കപ്പ് അവിടെ നടത്തിയിരിക്കും. പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും കുട്ടിക്ക് പ്രകടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റുട്ടീനായിട്ട് മാതാപിതാക്കൾ കുട്ടിയെ ഒരു കാഴ്ച പരിശോധന നടത്തേണ്ടത് സ്കൂളിൽ ചേർക്കുന്നതിന് മുൻപായിട്ടാണ്. ഐഡിയലി ഒരു 4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സുള്ളപ്പോൾ ഒരു സ്കൂളിൽ ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാഴ്ച പരിശോധന നടത്തിയിരിക്കണം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും മങ്ങൽ കുട്ടിക്ക് അത് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ചിലപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ച കുട്ടിക്ക് നോർമലായിരിക്കും, ഒരു കണ്ണിനായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് കണ്ണടകൾ കൊണ്ട് പരിഹരിക്കാവുന്ന കാഴ്ചമങ്ങലുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു റുട്ടീൻ ഐ ചെക്കപ്പിൽ കൂടി മാത്രമേ പലപ്പോഴും കുട്ടികളുടെ കേസിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ കണ്ണടകൾ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും പവറിൽ വ്യത്യാസമുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിച്ചിരിക്കണം.
പിന്നെ റുട്ടീനായിട്ട് അല്ലെങ്കിൽ ഒരു 40 വയസ്സ് അടുപ്പിച്ചാണ് നമുക്ക് എല്ലാവർക്കും ഈ വെള്ളെഴുത്ത് നമുക്കറിയാം അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. അപ്പോൾ 40 വയസ്സിൽ നമുക്ക് ഈ വെള്ളെഴുത്തിൻ്റെ കണ്ണടകൾക്ക് വേണ്ടി പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും അഭികാമ്യം ഒന്ന് തുള്ളിമരുന്നുകൾ ഉപയോഗിച്ച് കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തേണ്ടതാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് പല ഗുരുതരമായ നേത്രരോഗങ്ങളും ആരംഭത്തിൽ, ഉദാഹരണത്തിന് ഗ്ലോക്കോമ ആയാലും പ്രമേഹ രോഗികളിലുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി ആയാലും ആരംഭത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ 40 വയസ്സിന് ശേഷം വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തേണ്ടതാണ്. തീർച്ചയായും ഡോക്ടർ ഈ പറഞ്ഞു, അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ നമ്മൾ ഈ ചെവിയുടെയും കണ്ണിൻ്റെയും ഒക്കെ ആരോഗ്യത്തെക്കുറിച്ചൊരു ടെസ്റ്റ് നടത്താറുണ്ട് പൊതുവെ. പക്ഷെ അപ്പോഴായിരിക്കും അത് വിഷ്വലി ചലഞ്ചഡ് ആണോ ഡെഫ് ആണോ എന്നൊക്കെയുള്ള ഒരു നിഗമനം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം ഈ വിഷ്വലി ചലഞ്ചഡ് ആകുക എന്ന് പറയുമ്പോൾ വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. ചിലത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും സർജറിയിലൂടെ, പക്ഷെ ചില അവസ്ഥകൾ അങ്ങനെ മാറ്റാനും പറ്റില്ല. അപ്പം ഈ ഗർഭസ്ഥ സമയത്ത് കുഞ്ഞിന് ഈ അമ്മയുടെ ആരോഗ്യവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണോ ഈ വിഷ്വലി ആണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നത്? ചില നേത്രരോഗങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് വരാവുന്ന ചില നേത്രരോഗങ്ങളുണ്ട്. അതുപോലെ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചില അസുഖങ്ങൾ വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ഈ റുബെല്ല പോലെയുള്ള ചില രോഗങ്ങൾ ബാധിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ കണ്ണിനെയും അതുപോലെ മറ്റ് അവയവങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചില ഇൻഫെക്ഷൻസ്, അതുപോലെ ചില പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങളും ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് കുട്ടികളെ ബാധിക്കാം. ചിലതൊക്കെ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും, പക്ഷേ എല്ലാം അങ്ങനെ സാധിക്കണം എന്നില്ല. പലപ്പോഴും പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾ പലതും കുട്ടി ജനിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ചികിത്സിക്കാവുന്ന രോഗങ്ങളുണ്ട്. ചിലത് നമുക്ക് ഫോളോ അപ്പിൽ വെക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ലോ വിഷൻ എയ്ഡ്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഓരോ രോഗത്തിൻ്റെ ആ ഒരു അവസ്ഥയും അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യവും അനുസരിച്ചായിരിക്കും അതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് നമ്മൾ കടക്കുന്നത്. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ ഈ ഹോർമോണൽ വ്യതിയാനം അത് സ്ത്രീകളുടെ കണ്ണിന്റെ ആരോഗ്യത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങൾ എങ്ങനെയാണ്, ഹോർമോണൽ വ്യത്യാസം കണ്ണിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന രോഗം എങ്ങനെയൊക്കെയാണ്, അതിന്റെ സംരക്ഷണം ഏത് രീതിയിലാണ് വേണ്ടത്? ഗർഭിണിയായിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ വ്യതിയാനങ്ങൾ കണ്ണിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഡ്രൈനെസ് കൂടുതലായിട്ട് വരാം, കണ്ണിൻ്റെ കോർണിയയിൽ ഹൈഡ്രേഷനിലുള്ള വ്യത്യാസങ്ങൾ വരാം, ചിലപ്പോൾ കണ്ണിൻ്റെ പവർ പെട്ടെന്ന് മാറുന്നതായിട്ട് വരാം. അതുപോലെ പ്രഗ്നൻസി സമയത്ത് പ്രമേഹ രോഗമുണ്ടെങ്കിലും അത് കണ്ണിൻ്റെ റെറ്റിനെ ബാധിക്കാം. അതുപോലെ കണ്ണിൻ്റെ പവറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ഗർഭിണികളിൽ ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിലും അത് കണ്ണിൻ്റെ റെറ്റിനെയൊക്കെ ബാധിക്കാം. അപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മറ്റ് രോഗങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു നേത്ര പരിശോധന നടത്തേണ്ടതാണ്. ഉദാഹരണത്തിന് ഡയബറ്റിസിൻ്റെ മരുന്ന് കഴിക്കുന്നവരിലും അതുപോലെ പ്രഷർ കൂടുതലായിട്ട് കാണുകയാണെങ്കിലും ഒരു കാഴ്ച പരിശോധന നടത്തേണ്ടതാണ്. തീർച്ചയായും ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകയോട് ചേരുകയാണ് ഇപ്പോൾ. എറണാകുളത്ത് നിന്ന് കല്യാണി ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. നമസ്കാരം മാഡം. ഞാൻ സ്ഥിരമായിട്ട് ജോലി സംബന്ധമായ ആവശ്യത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒന്നുകൂടെ ചോദ്യം ഒന്ന് പറയാമോ? ഡോക്ടർ കേൾക്കുന്നില്ലേ? ക്ലിയർ ആയില്ല. കല്യാണി, ഒന്നും കൂടി ചോദ്യം ആവർത്തിക്കാമോ? ഡോക്ടർ, ഞാൻ ഈ ജോലി സംബന്ധമായ ആവശ്യത്തിന് കമ്പ്യൂട്ടർ ഏറെ നേരം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ കുറെ ആയിട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ബ്ലറായി പോകുന്ന പോലെ തോന്നുന്നു. ഇപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, പക്ഷേ വെയിനൊന്നും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ സംഭവിക്കുന്നത്? കല്യാണി കണ്ണട വെക്കുന്ന ആളാണോ? അല്ലല്ല. ഇത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ കമ്പ്യൂട്ടർ നോക്കുന്ന സമയത്ത് കണ്ണുകൾ ഡ്രൈ ആവാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമ വെട്ടുന്നതിൻ്റെ അളവ് ഈ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഗണ്യമായി കുറയും. നോർമലി ഒരാൾ ഒരു മിനിറ്റിൽ 15 പ്രാവശ്യമാണ് ഇമ വെട്ടുന്നത്. അത് നമ്മളൊരു കോൺസെൻട്രേറ്റഡ് വർക്ക് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സ്ക്രീനിൽ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇമ വെട്ടുന്നതിൻ്റെ അളവ് ഒരു 4 or 5 ആയിട്ട് കുറയും. അപ്പോൾ ഇത് നമ്മുടെ ടിയർ ഫിലിം കണ്ണുനീർ പാളിയിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും അത് ഡ്രൈനെസ്സിലോട്ട്
പോകും. അപ്പോൾ ഈ ഡ്രൈനെസ് കണ്ണിന് ഐ സ്ട്രെയിൻ ഉണ്ടാക്കാം. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തേത്, നമ്മൾ കണ്ണുകൾക്ക് ഏറ്റവും അധികം സ്ട്രെയിൻ ഉണ്ടാകുന്നത് അടുത്തുള്ള വസ്തുക്കളെ ഏറെ നേരം ഫോക്കസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ നിയർ വർക്ക്, കമ്പ്യൂട്ടർ, അത് വായനയാകാം, തയ്യലാകാം. അപ്പോൾ നമ്മൾ അടുത്തുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ അകത്തുള്ള ചെറിയ മസിൽസ് ഉണ്ട്, സിലറി മസിൽസ് എന്ന് പറഞ്ഞാൽ, ആ മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാവാം. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ചെറിയ വെയിറ്റ് ആണെങ്കിലും നമ്മൾ കുറേ നേരം എടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് കൈകൾക്ക് കഴപ്പ് വരും എന്ന് പറയുന്ന പോലെ കണ്ണിൻ്റെ പേശികൾക്കും ആ ഒരു സ്ട്രെയിൻ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ആ ഹെഡേക്കും കണ്ണിൻ്റെ ഈ ഡ്രൈനെസ്സും കൂടി വന്നിട്ടുണ്ടാകുന്ന ഐ സ്ട്രെയിൻ. അതിനെ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്നത് ഈ 20-20-20 റൂൾ ഫോളോ ചെയ്യുക. അതായത് എല്ലാ 20 മിനിറ്റ് കൂടുമ്പോഴും ഒരു 20 സെക്കൻഡ് നേരം ഒരു 20 അടി അകലെയുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുക. അതായത് കണ്ണിൻ്റെ ആ മസിൽ സ്ട്രെയിൻ കുറയ്ക്കുവാനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഇമ വെട്ടാൻ ശ്രദ്ധിക്കുക. പിന്നെ ടിയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യാം സ്ക്രീൻ നോക്കുന്ന സമയത്ത്. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് റിഫ്രാക്റ്റീവ് ചെറിയ പവറുകൾ കാണും, 0.25, 0.5 അങ്ങനെയുള്ള ചെറിയ പവർ കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ഒരു ഡയലേറ്റഡ് എക്സാമിനേഷൻ, അതായത് കൃഷ്ണമണി വികസിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഐ എക്സാമിനേഷൻ ചെയ്യുക. അപ്പോൾ ചെറിയ എന്തെങ്കിലും റിഫ്രാക്റ്റീവ് എറേഴ്സ് ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് അനുയോജ്യമായ കണ്ണടകൾ കൂടെ ഉപയോഗിക്കുക. ശരി, കല്യാണിക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പൊ ഈ കല്യാണി പറഞ്ഞ ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ കമ്പ്യൂട്ടർ, ഫോൺ ഉപയോഗമൊക്കെ കാഴ്ച ശക്തിയെ ഒരുപാട് ബാധിക്കുന്നുണ്ട് സാരമായിട്ട്, പ്രത്യേകിച്ച് ഈ കുട്ടികളിലൊക്കെ. ഇപ്പൊ നമ്മള് പണ്ടുള്ള കാലങ്ങളിലെ പോലെയല്ല, ഈ ഒരു ജനറേഷനിലേക്ക് എത്തുമ്പോൾ ഈ 1 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടികൾ പോലും സ്പെക്സ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അത് ഈ ഫോണിന്റെ ഒക്കെ ഉപയോഗം കൊണ്ടാണോ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാര്യം നമ്മളിപ്പോൾ മുമ്പ് കാലത്തെ അപേക്ഷിച്ച് കുട്ടികൾ കണ്ണടകൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് വളരെയധികം കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെ ഈ നിയർ വർക്ക് അമിതമായി കൂടിയത് കൊണ്ട് ഇതിൻ്റെ ഒരു റീസണായിട്ട് പറയുന്നു. അതായത് കുട്ടികളിപ്പം അടുത്തുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്, അതായത് വായനയായാലും സ്ക്രീൻ ടൈം ആയാലും ഒക്കെ കൂടിയത് കണ്ണിൻ്റെ ഈ മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റ് കൂടാനുള്ള ഒരു കാരണമായിട്ട് ഇപ്പോൾ പഠനങ്ങൾ തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു റീസണായിട്ട് ഇപ്പോൾ പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഈ മയോപ്പിയ പ്രോഗ്രഷൻ്റെ ഒരു കാരണമായി പറയുന്നു. അതായത് നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ തീരെ കുറവാണ്. അപ്പോൾ ആ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണവും ഈ മയോപ്പിയയുടെ ആ ഒരു പ്രോഗ്രഷൻ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ നമുക്കിതിന് ആ ഒരു മയോപ്പിയ പ്രോഗ്രഷൻ ഒന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് ഒരു 2 മണിക്കൂറെങ്കിലും കുട്ടികൾക്ക് ഔട്ട്ഡോർ ഗെയിംസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കണ്ണടകൾ ആവശ്യമുള്ള കുട്ടികൾ ആ കറക്റ്റ് കണ്ണടകൾ വെക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരുന്ന പ്രായത്തിൽ കണ്ണിൻ്റെ ഞരമ്പിൽ ആ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് പതിഞ്ഞാൽ മാത്രമേ ആ കുട്ടിയുടെ വിഷ്വൽ പാത്തേ നമ്മൾ പറയും. അതായത് നമ്മുടെ കണ്ണിനെ തലച്ചോറിലേക്ക് ആണ് ഡയറക്റ്റ് ആ ഒരു കണക്ഷൻ ഉള്ളത്. അപ്പം ആ ഫുൾ വിഷ്വൽ പാത്തേ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുട്ടിയുടെ റെറ്റിനയിൽ തെളിഞ്ഞ കാഴ്ച പതിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കണ്ണടകൾ ആവശ്യമുള്ള കുട്ടികൾ നിർബന്ധമായും കണ്ണടകൾ വെക്കുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടി വളരുന്നതനുസരിച്ച്, അതായത് അല്ലെങ്കിൽ കുട്ടിക്ക് പൊക്കം വെക്കുന്നതനുസരിച്ച് ഈ പവറിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണടകൾ ഉപയോഗിക്കുന്ന ഒരു കുട്ടി 6 മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരിക്കലെങ്കിലും പവർ ചെക്ക് ചെയ്ത് ആ കണ്ണടയുടെ പവർ അനുയോജ്യമായ പവറാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു ടോപ്പിക്കാണ് ഡോക്ടർ. നമുക്ക് അതിലേക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്, പത്മിനി, തിരുവനന്തപുരത്ത് നിന്ന്. പത്മിനി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ വിളിച്ചത് എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട് ഡോക്ടർ. അപ്പം ഞാൻ ഈ ലെൻസ് വായിക്കാൻ വേണ്ടിട്ട്, പത്രങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിട്ട് ലെൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? അങ്ങനെ കോൺടാക്ട് ലെൻസ് ആണോ ഉദ്ദേശിച്ചത്? കോൺടാക്ട് ലെൻസ്, അതെ. അതെ. ഇപ്പൊ എന്ത് പ്രായമുണ്ട് പത്മിനിക്ക്? 27 വയസ്സ് ഡോക്ടർ. കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളത് കൃഷ്ണമണിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന അതാണ് കോൺടാക്ട് ലെൻസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ കോൺടാക്ട് ലെൻസ് നമുക്ക് ഡിസ്പോസിബിൾ കിട്ടും. പിന്നെ ഓർഡിനറി ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 6 മാസം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എക്സ്റ്റെൻഡഡ് വെയർ ഉണ്ട്. അങ്ങനെ പലതരത്തിൽ കോൺടാക്ട് ലെൻസുകളുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് എന്ത് തരം ലെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഉള്ളതനുസരിച്ച് അതിൻ്റെ ആ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ലെൻസ് ആണെങ്കിൽ നമ്മളൊരു 8 to 10 hours ഒരു ദിവസം അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓവർ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഇപ്പോൾ എക്സ്റ്റെൻഡഡ് വെയർ
പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിസ്പോസിബിൾ ലെൻസ് ആണെങ്കിൽ കറക്റ്റ് അവർ പറയുന്ന കാലയളവ്, ഇപ്പം മന്ത്ലി ഡിസ്പോസിബിൾ ആണെങ്കിൽ 1 മാസം കഴിയുമ്പോൾ തന്നെ നമ്മളത് ഡിസ്കാർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഒരു അശ്രദ്ധ വരുമ്പോഴാണ് പലപ്പോഴും കണ്ണിൽ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ലെൻസ് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ലെൻസിൻ്റെ സൊല്യൂഷനും ഒരു ലെൻസിൻ്റെ ഒരു കേസും ഉണ്ട്. അപ്പോൾ കേസ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ സൊല്യൂഷൻസ് റീയൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ലെൻസ് എടുക്കുമ്പോഴും സൊല്യൂഷൻ ഡിസ്കാർഡ് ചെയ്തിട്ട് പുതിയ ഫ്രഷ് സൊല്യൂഷനിൽ വേണം അത് സൂക്ഷിക്കാൻ. അപ്പം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഗെയിംസ് ഒക്കെ കളിക്കുകയാണെങ്കിൽ, അപ്പോൾ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണടയേക്കാളും കോൺടാക്ട് ലെൻസ് ആയിരിക്കും കുറച്ചുകൂടെ സൂട്ടബിൾ. ഡോക്ടർ, എന്റെ ഡൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ലെൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഭാവിയിൽ ഒരു ദോഷം അല്ലെങ്കിൽ കണ്ണിന് കുറച്ചും കൂടെ പവർ കുറയും അങ്ങനത്തെ ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആകെയുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കണ്ണിന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ട് വേറെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. ശരി, വളരെ നന്ദി പത്മിനി വിളിച്ചതിന്. എന്തായാലും വ്യക്തമായി എന്ന് കരുതുന്നു ഡോക്ടർ. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുത്തിട്ട് തിരികെ ചർച്ചയിലേക്ക് വരാം. ഇടവേള. യെസ്, അപ്പോൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ നേത്രാരോഗ്യ പ്രശ്നങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഡോക്ടർ കവിത ദേവിനാണ് നമ്മളോടൊപ്പം തുടരുന്നത്. അപ്പം ഡോക്ടർ, നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും കൂടുതലായിട്ട് കാണുന്നത് ഇപ്പോൾ സ്ത്രീകളിലാണ്. പ്രത്യേകിച്ച് ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ അത് കണ്ണിന്റെ ആരോഗ്യത്തെ വളരെ സാരമായി ബാധിക്കാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഈ കണ്ണിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്? അതിന്റെ ചികിത്സ എങ്ങനെയാണ്? ഈ പൂർണ്ണമായും ഈ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അത് തീർച്ചയായിട്ടും കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കുന്ന ഒരു ഗുരുതരമായൊരു നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രമേഹം നമ്മുടെ കണ്ണുകളെ ബാധിക്കുമ്പോഴാണ്, ഈ കണ്ണിൻ്റെ റെറ്റിനെ ബാധിക്കുമ്പോഴാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളൊരു അസുഖം വരുന്നത്. അപ്പോൾ കണ്ണുകളെ എങ്ങനെ ബാധിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, കണ്ണിനെ പല രീതിയിൽ ഇത് ബാധിക്കാം. അതായത് കണ്ണിൻ്റെ പോള തൊട്ട് കണ്ണിൻ്റെ ഉള്ളിലെ കണ്ണിൻ്റെ റെറ്റിന വരെ എല്ലാ ഭാഗത്തും ഇത് പ്രമേഹം കണ്ണിനെ ബാധിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് കൺകുരു, അടിക്കടി ഉണ്ടാകുന്ന കൺകുരു കൺട്രോൾ അല്ലാത്ത ബ്ലഡ് ഷുഗറിൻ്റെ ഒരു ലക്ഷണമായിട്ട് വരാം. അതുപോലെ കണ്ണിൻ്റെ പീലുകളിലുണ്ടാകുന്ന ബ്ലിഫറൈറ്റിസ്, ലിഡ് മാർജിൻസിലുണ്ടാകുന്ന പൂപ്പൽ പോലത്തെ ഒരു രോഗമാണ് ബ്ലിഫറൈറ്റിസ് എന്ന് പറയുന്നത്. അത് ഡയബറ്റീസ് രോഗികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഡ്രൈ ഐസ്, കണ്ണുനീരിൻ്റെ ജലാംശത്തിലുണ്ടാകുന്ന കുറവ് കാരണം ഉണ്ടാകുന്ന ഡ്രൈ ഐസ് കൂടുതലും പ്രമേഹ രോഗികളിലായിട്ട് കണ്ടുവരുന്നുണ്ട്. തിമിരം വരാനുള്ള സാധ്യത പ്രമേഹ രോഗികളിൽ 2 മടങ്ങ് കൂടുതലാണ്. അതുപോലെ കണ്ണിൻ്റെ മർദ്ദം കൂടുന്ന അവസ്ഥയെ ഗ്ലോക്കോമയും ഡയബറ്റിക് രോഗികളിൽ കൂടുതലായി കണ്ടുവരുന്നു. ഇവയ്ക്കെല്ലാം ഉപരിയായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള ഒരു അസുഖം. അതെ അതെ, ഈ ഗ്ലോക്കോമയെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഒരു കോളർ ഉണ്ട്, ഡോക്ടർ നയനാണ് എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. നയൻ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഈ രാത്രി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ മോണിറ്റേഴ്സിൽ എല്ലാം നോക്കി വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്കിപ്പോ റീസെന്റ് ആയിട്ട് കണ്ണിൽ ഭയങ്കര ഒരു സ്ട്രെയിൻ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ആൻഡ് ആ സമയത്ത് ഞാൻ മിററിൽ നോക്കുമ്പോൾ കണ്ണിലൊരു ചുമന്ന ഒരു രീതിയിൽ വരുന്നുണ്ട്. ഭയങ്കര സ്ട്രെയിൻ ആണ്. മൊത്തത്തിൽ കണ്ണിൽ മൊത്തം ഒരു ഐബോൾസിൽ മൊത്തമായിട്ടൊരു സ്ട്രെയിൻ ആണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്ത സ്പെക്സ് യൂസ് ചെയ്താൽ അത്യാവശ്യം കുറയാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പവർ ഗ്ലാസ് ഉപയോഗിക്കുന്ന ആളാണോ? അല്ല, എനിക്ക് അങ്ങനെ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് ഒന്നുമില്ല. ഫൈൻ ആണ്. ഓക്കെ, എത്ര വയസ്സുണ്ട് ഇപ്പോ? എനിക്ക് 24 വയസ്സുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നേരത്തെ ആ കോളർ പറഞ്ഞ പോലെ തന്നെയാണ്, ഡ്രൈ ഐസിന്റെ ലക്ഷണമാവാനാണ് സാധ്യത കൂടുതൽ. അപ്പം നയൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. ഈ 20-20-20 റൂള് ഫോളോ ചെയ്യുക. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് എവറി 20 മിനിറ്റ്സ് ഒരു 20 സെക്കൻഡ് നേരം ഒരു 20 ഫീറ്റ് അകലെയുള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുക. അറ്റ്ലീസ്റ്റ് ഇപ്പം 20 മിനിറ്റ്സ് പറ്റില്ലെങ്കിൽ എവറി ഹാഫ് ആൻ അവർ എങ്കിലും ഒരു 30 സെക്കൻഡ്സ് ബ്രേക്ക് കണ്ണിന് കൊടുക്കുക. അതായത് വെറുതെ കണ്ണടച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിലോട്ട് നോക്കുകയോ ചെയ്യുക. ആ മസിൽ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുക. പിന്നെ വെള്ളം കുടിക്കുന്നതും ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം ഈ ഡ്രൈനെസ്സും ഈ ഐ സ്ട്രെയിനും ഈ മസിൽ സ്ട്രെയിനും കൂടെയാണ് ഈ പറഞ്ഞ ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രീക്വൻറ്റ് ബ്ലിങ്കിങ്, എവറി ഹാഫ് ആൻ അവർ ചെറിയ ബ്രേക്സ് എടുക്കുക. ടിയർ സപ്ലിമെൻറ്റ്
ഓയിൽമെൻറ്റ് ഡ്രോപ്സ് ഓവർ ദ കൗണ്ടർ തന്നെ നമുക്ക് വാങ്ങിക്കാം. അത് കയ്യിൽ വെച്ചേക്കാം, ഇൻ ബിറ്റ്വീൻ യൂസ് ചെയ്യുക. പിന്നെ ഒന്ന് ഈവൻ നമുക്കിപ്പോൾ 6/6 വിഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഡയലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുക. കാര്യം ചിലപ്പോൾ ചെറിയ റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് ഈ 0.25, 0.5 അങ്ങനെ ചെറിയ റിഫ്രാക്റ്റീവ് എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയലേറ്റഡ് ഐ ചെക്കപ്പിലായിരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമ്മൾ ഡയലേറ്റ് ചെയ്യാതെ വെറുതെ ഒരു കമ്പ്യൂട്ടർ റീഡിംഗ് എടുത്താൽ ചിലപ്പോൾ അത് നമ്മൾ അറിയണമെന്നില്ല. അപ്പം അങ്ങനെ ചെറിയ പവർ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുൾ ടൈം വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ നിയർ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ സ്ട്രെയിൻ നന്നായിട്ട് കുറയും. ബ്ലൂ കട്ട് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഒരു സ്ട്രെയിൻ കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ റിഫ്രാക്റ്റീവ് എറേഴ്സ് ഉണ്ടോ എന്നൂടെ നോക്കുക. ഈ പറഞ്ഞ പോലെ 0.25, 0.5 അങ്ങനെ എന്തെങ്കിലും പവേഴ്സ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു ചെറിയ പവർ ഗ്ലാസും കൂടെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് ഡയലേറ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ റയൻ, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ ഈ പറഞ്ഞ ഗ്ലോക്കോമ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ കണ്ണിൽ മർദ്ദം കൂടിയിട്ടുണ്ടാകുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥ എന്ന് തന്നെ പറയാം. ഇത് ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ആർക്കാണ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്? പ്രമേഹ രോഗികൾക്ക് തന്നെയാണോ? ഗ്ലോക്കോമ എന്നുള്ള രോഗത്തെ പറ്റി പറയുമ്പോൾ അത് പ്രമേഹ രോഗികളിൽ മാത്രമല്ല വരുന്നത്. ഇത് തീർത്തും ഗുരുതരമായ ഒരു നേത്രരോഗമാണ്. അതിന് സൈലന്റ് കില്ലർ ഓഫ് സൈറ്റ് എന്നാണ് അറിയപ്പെടുന്നതിന്. കാരണം ഈ രോഗത്തിന് ആരംഭ ദിശയിൽ രോഗലക്ഷണങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ സൈഡിൽ നിന്നുള്ള വിഷനാണ് കുറഞ്ഞു വരുന്നത്, പാർശ്വങ്ങളിലുള്ള വിഷനാണ് ഇനീഷ്യൽ സ്റ്റേജിൽ കുറഞ്ഞു വരുന്നത്. അപ്പോൾ പലപ്പോഴും അത് രോഗി റിയലൈസ് ചെയ്യത്തില്ല. നമ്മൾ സൈഡിൽ നിന്നുള്ള കാഴ്ച കുറയുന്നത് പലപ്പോഴും റിയലൈസ് ചെയ്യത്തില്ല. ഒരു കണ്ണിൻ്റെ നാടിയുടെ ഒരു 50% അല്ലെങ്കിൽ 50% അതിലധികമോ നഷ്ടപ്പെട്ടിട്ടായിരിക്കും രോഗിക്ക് ഒരു കാഴ്ച മങ്ങലുണ്ടാക്കുന്നത്. അപ്പോൾ ഈ രോഗം എങ്ങനെ നേരത്തെ ഡയഗ്നോസ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു റുട്ടീനായിട്ടുള്ള ഒരു നേത്ര പരിശോധനയിലൂടെ മാത്രമേ ഇത് ആരംഭ ദിശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യൂഷ്വലി ഈ രോഗം ഉണ്ടാകുന്ന 40 വയസ്സിന് ശേഷമാണ്. എന്നിരുന്നാലും ഏത് പ്രായത്തിലും ഇത് വരാം. നവജാത ശിശു മുതൽ ഗ്ലോക്കോമ കണ്ടുവരുന്നുണ്ട്. വളരെ അപൂർവമാണെങ്കിൽ പോലും കൺജനിറ്റൽ ഗ്ലോക്കോമ എന്നുള്ളൊരവസ്ഥയിൽ കുട്ടികൾക്കും ഇത് ഉണ്ടാകാം. പക്ഷേ കൂടുതലായിട്ട് ഒരു 80 to 90% ഒരു 35-40 വയസ്സ്, ആ വെള്ളെഴുത്ത് തുടങ്ങുന്ന പ്രായത്തിലാണ് ഈ ഗ്ലോക്കോമ എന്നുള്ള രോഗം കൂടുതലായിട്ട് പ്രകടമാകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ 40 വയസ്സ് കഴിഞ്ഞ ഒരു വെള്ളെഴുത്തിൻ്റെ കണ്ണടകൾ വെക്കുന്ന സമയത്ത് ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ കീഴിൽ ഒരു കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തിയ ശേഷം മാത്രം കണ്ണടകൾ ഉപയോഗിച്ച് തുടങ്ങുക. പിന്നെ ഗ്ലോക്കോമ എന്നുള്ള രോഗം നമ്മളൊരു പ്രിവെൻറ്റബിൾ ഡിസീസ് എന്ന് പറയും. അതായത് നമുക്ക് നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടെടുക്കുന്നത് വളരെ ദുഷ്കരമാണ്. പക്ഷേ നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുന്നത് നമുക്ക് തടയുവാനായിട്ട് സാധിക്കും. റുട്ടീൻ ചെക്കപ്പ് നടത്തിയാൽ നമുക്ക് ഇത് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഐ ഡ്രോപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതെ, ഇപ്പം അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയം ഈ ലേസർ ലാസിക് ട്രീറ്റ്മെന്റ്. അതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പം സ്മൈൽ എന്നൊക്കെ പറഞ്ഞുള്ള ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. ഈ കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നത് ആ ഒരു പ്രോസസ്സ്. അത് ആക്ച്വലി സൈഡ് എഫക്ട്സ് ഒരുപാട് ഉള്ള ഒരു പ്രക്രിയയാണോ? അങ്ങനെ ചില മിഥ്യാധാരണകളൊക്കെ പല ആളുകൾക്കും ഉണ്ട്. അതെ, അപ്പോൾ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ഒരു ചികിത്സ നമുക്കില്ല. അങ്ങനെ പറയാം. പക്ഷേ ഈ ലേസർ ചികിത്സകളെല്ലാം ഒരു 90 to 99% സേഫ് പ്രൊസീജിയേഴ്സാണ്. എന്നിരുന്നാലും ഏതൊരു പ്രൊസീജിയറിനും ഉള്ളതുപോലെ ഒരു 0.5% കോംപ്ലിക്കേഷൻസ് വരാം. കോംപ്ലിക്കേഷൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ചിലർക്ക് ഡ്രൈനെസ് വരാം, വളരെ അപൂർവമായിട്ടാണെങ്കിലും ഇൻഫെക്ഷൻസ് വരാം. പക്ഷേ ഇതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ കാഴ്ചശക്തിയെ ബാധിക്കുന്ന തരത്തിൽ ഒരു പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല ഭാവിയിൽ പോലും. വളരെ റെയറായിട്ട് ഇൻഫെക്ഷൻസ് വരാം. അതിപ്പോൾ നമുക്ക് ഏത് പ്രൊസീജിയർ ആണെങ്കിലും ഇപ്പോൾ ഒരു മേ ബി ഒരു 1000 സർജറീസ് ചെയ്യുമ്പോൾ 1-2 പേർക്ക് ഇൻഫെക്ഷൻസ് വരാം, കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 99% അത് വളരെ സേഫ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. നമ്മൾ അതും ഈ പറഞ്ഞ പോലെ പ്രിക്കോഷൻസ് എല്ലാം നോക്കിയിട്ട് അത് സൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് നമ്മൾ ആദ്യം ഒരു സ്ക്രീനിങ് ഒക്കെ ചെയ്യും. അത് ഒക്കെ അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ ഡോക്ടർ, അപ്പം വളരെ നന്ദി ഡോക്ടർ. നമ്മുടെ ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ്, സമയപരിമിതിയുണ്ട്. എന്തായാലും ഡോക്ടർ ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പം നമ്മൾ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്, നേത്രാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം ദിവ്യപ്രഭ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റായ ഡോക്ടർ കവിതാ ദേവിനാണ് നമ്മളോടൊപ്പം അതിഥിയായി ചേർന്നത്. വളരെ നന്ദി ഡോക്ടർ. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. കൊണ്ടൊന്നുമല്ല. ഞാൻ ASU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് പോയി മത്സരിക്കാൻ